കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനം ഡിസ്കസ് ചെയ്തത് പീരിയോഡിക് ട്രെൻഡ്സ് ഇൻ പ്രോപ്പർട്ടീസ് ആണ്. രണ്ട് കാര്യങ്ങളെന്ന് നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു. അതൊന്നുകൂടെ വിശദീകരിക്കാമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഒന്ന്, ഗ്രൂപ്പിൽ താഴോട്ട് വരുന്നതിനനുസരിച്ച് ഷെല്ലിൻ്റെ എണ്ണം കൂടും. ഷെല്ലിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ന്യൂക്ലിയസും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണും വാലൻസ് ഇലക്ട്രോണും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടും. ആ ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയും. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയുന്നതിനനുസരിച്ച് ആറ്റമിക് സൈസ് കൂടും. ഇതാണ് നമ്മളന്ന് പറഞ്ഞിരുന്നത് ഒന്നാമത്തെ കാര്യം. ഇങ്ങനെയാണത്. ഇപ്പം ഇതിൽ ഒന്നാമത്തെ ഗ്രൂപ്പാണ്, ഗ്രൂപ്പ് 1. ഈ ഗ്രൂപ്പിൽ ആദ്യത്തെ എലമെൻ്റാണ് ഹൈഡ്രജൻ. ഹൈഡ്രജന് കേശൽ മാത്രമേ ഉണ്ടാവുള്ളൂ. രണ്ടാമത്തത് ലിഥിയം. ഇതിനെന്തുണ്ട്? കെയും എല്ലും ഉണ്ട്. സോഡിയം KLM ഉണ്ടാവും. പൊട്ടാസ്യം KLMN ഉണ്ടാവും. അപ്പോൾ കേശല് മാത്രമുള്ളതാണെങ്കിൽ അതിൻ്റെ ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള ഡിസ്റ്റൻസും എൻ ഷെല്ല് വരെയുള്ള സാധനത്തിൻ്റെ ന്യൂക്ലിയസും അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണും തമ്മിലുള്ള ഡിസ്റ്റൻസ് വ്യത്യാസം ഉണ്ടാവും. ഈ ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഇലക്ട്രോണും ന്യൂക്ലിയസിലുള്ള പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണും തമ്മിലുള്ള അട്രാക്ഷൻ കുറയും. മനസ്സിലായല്ലോ? അങ്ങനെ കുറയുന്നതിനനുസരിച്ച് ആറ്റമിക് സൈസ് കൂടും. മനസ്സിലായില്ലേ? ഇനി ഒരു പീരീഡിലാണെങ്കിൽ വലത്തോട്ട് പോകുന്നതിനനുസരിച്ച്, ഉദാഹരണത്തിന് നമ്മൾ എടുക്കുന്നത് രണ്ടാമത്തെ പീരീഡാണെന്ന് സങ്കല്പിക്കുക. അതായത് ലിഥിയം, ബെറീലിയം, ബോറോണുള്ള ഈ പീരീഡാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ലിഥിയത്തിൽ കെയും എല്ലും ഷെല്ലുകളാണുള്ളത് അല്ലേ? ലിഥിയത്തിന് ആറ്റോമിക് നമ്പർ 3 കെയിൽ 2 എല്ലിൽ 1. ബെറീലിയം ആണെങ്കിൽ 2 ഷെല്ലിന് ഉണ്ടാവുക, അതിൻ്റെ ആറ്റോമിക് നമ്പർ 4 കെയിൽ 2 എല്ലിൽ 2. ബോറോൺ ആകുമ്പോൾ കെയിൽ 2 എല്ലിൽ 3. കാർബൺ ആകുമ്പോൾ കെയിൽ 2 എല്ലിൽ 4. ഇതിങ്ങനെ കൂടി 5, 6, 7, 8 വരെ ഇങ്ങനെ പോകും. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഇതിൽ ഈ ന്യൂക്ലിയസും ഇതിൽ ഒരു ഇലക്ട്രോണും ആകുമ്പോഴുള്ള അട്രാക്ഷൻ ആവില്ല, 2 ഇലക്ട്രോൺ ന്യൂക്ലിയസ് തമ്മിലുണ്ടാവുക. ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണിൻ്റെ എണ്ണം കൂടും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ചാർജും ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടി വരും. അതിനനുസരിച്ച് പീരീഡിൽ വലത്തോട്ട് പോകുന്നതോറും ആറ്റം ഇങ്ങനെ ചെറുതായി വരും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, ഗ്രൂപ്പിന് താഴോട്ട് വരുന്നതിനനുസരിച്ച് ഷെല്ലിൻ്റെ എണ്ണം കൂടും, അതനുസരിച്ച് ന്യൂക്ലിയസും ഔട്ടർ മോസ്റ്റ് ഷെല്ലും തമ്മിലുള്ള അട്രാക്ഷൻ കുറയും. പീരീഡിൽ വലത്തോട്ട് പോകുന്നതിനനുസരിച്ച് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണമാണ് കൂടുക, ഷെല്ലിൻ്റെ എണ്ണമല്ല. സ്വാഭാവികമായിട്ട് അട്രാക്ഷൻ കൂടും. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ അതിനുള്ള ഇതിൻ്റെ ചില പ്രത്യേകതകളൊക്കെ നമ്മൾ പറയാൻ പോകുന്നത്. ഇത് രണ്ടും മനസ്സിലായിട്ടുണ്ടല്ലോ? ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, പീരിയോഡിക് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ദംസെൽസ് ആഫ്റ്റർ എ സർട്ടൻ ഇൻ്റർവെൽ ഓഫ് ആറ്റമിക് നമ്പർ. ഒരു നിശ്ചിതമായ ഇൻ്റർവെല്ലിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന പ്രോപ്പർട്ടീസിനെ നമ്മൾ പീരിയോഡിക് പ്രോപ്പർട്ടീസ് എന്ന് വിളിക്കുന്നത്. അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള സാധനം ആറ്റമിക് സൈസ് ആണ്. ആറ്റമിക് സൈസ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സെൻറ്റർ ഓഫ് ന്യൂക്ലിയസ് ആൻഡ് ദി ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് ആൻ ഐസൊലേറ്റഡ് ആറ്റം. ഐസൊലേറ്റഡ് ആറ്റം എന്ന് പറഞ്ഞാൽ മറ്റ് ഇലക്ട്രിക് മാഗ്നറ്റിക് ഫീൽഡുകളൊന്നും ഇല്ലാതെ ഒറ്റക്ക് നിൽക്കുന്ന ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ നിന്ന് അതിലുള്ള ഔട്ടർമോസ്റ്റ് ഷെല്ലിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ആറ്റമിക് സൈസ് എന്ന് വിളിക്കുന്നത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സെൻറ്റർ ഓഫ് ന്യൂക്ലിയസ് ആൻഡ് ദി ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് ആൻ ഐസൊലേറ്റഡ് ആറ്റം. അല്ലേ? എന്ത് സാധനത്തിൻ്റെ വലിപ്പം നമ്മൾ അങ്ങനെ തന്നെ പറയാം. അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു ഫുട്ബോളിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സെൻറ്ററിൽ നിന്ന് അതിൻ്റെ റേഡിയസ് നമ്മൾ പറയാറില്ലേ? അതേപോലുള്ള ഒരു രീതിയാണ് നമ്മളിവിടെ സ്വീകരിക്കുന്നത്. ആറ്റമിക് സൈസ് ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റർ ഓഫ് ന്യൂക്ലിയസ് ആൻഡ് ദി ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം. ഇതിന് നമ്മൾ ആറ്റമിക് റേഡിയസ് എന്നും വിളിക്കാറുണ്ട്. പൈക്കോമീറ്ററിലാണ് നമ്മളിതിനെ റീഡ് ചെയ്യാറുള്ളത്. പൈക്കോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇൻറ്റു 10⁻⁻12 ഓർഡറിൽ വരുന്നതാണ്. നാനോമീറ്റർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇൻറ്റു 10⁻⁹ ആണ്. അത് നമ്മൾ പൈക്കോമീറ്ററിലാണ് പറയാറുള്ളത്. 10⁻⁻12 മീറ്ററാണ്.
ഈ ആറ്റമിക് സൈസ് എന്ന് പറയുന്നത് ഒരു ആറ്റത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ്. കാരണം അത് ഇതിൻ്റെ പല പ്രോപ്പർട്ടീസിനെയും ഇത് ബാധിക്കുന്നുണ്ട്. ഇനി പീരിയോഡിക് ടേബിൾ എങ്ങനെയാണ് ആറ്റമിക് സൈസ് വേരി ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ മുൻപ് പറഞ്ഞപ്പോൾ തന്നെ ജസ്റ്റ് പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. The size of atom decreases from left to right in periodic table but increases from top to bottom in group. എങ്ങനെയാണ് അത് വരുന്നത്? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നതിനനുസരിച്ച് ആറ്റമിക് സൈസ് ഡിക്രീസ് ചെയ്യും. അതായത് പീരിയഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നതിനനുസരിച്ച് ആറ്റമിക് സൈസ് ഡിക്രീസ് ചെയ്യും. നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം കൂടും. ഷെല്ലിൻ്റെ എണ്ണം കൂടുതലാണ്, പക്ഷേ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം കൂടും. ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടും. അതിനനുസരിച്ച് ആറ്റം ഇങ്ങനെ ചെറുതായി വരും. അതേസമയം ഗ്രൂപ്പിൽ താഴോട്ട് വരുന്നതോളം ഷെല്ലിൻ്റെ എണ്ണം കൂടും. ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണോട്ട് കൂടില്ല. സ്വാഭാവികമായിട്ട് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയും. അതിനനുസരിച്ച് ആറ്റം ഇങ്ങനെ വലുതായി വരും. ഇതാണ് വേരിയേഷൻ ആറ്റമിക് സൈസ്. ഇതിൽ കുറച്ച് കാണിച്ചിട്ടുണ്ട്. ലിഥിയത്തിൻ്റെത് ആറ്റമിക് സൈസിൽ ഇതിൻ്റെ ആറ്റമിക് നമ്പർ 3 ആറ്റമിക് സൈസ് എന്ന് പറയുന്നത് ആറ്റമിക് റേഡിയസ് 134 പൈക്കോമീറ്റർ ആണ്, കൂടുതലാണെന്ന് അർത്ഥം. അതേസമയം ഓക്സിജൻ്റെ ആറ്റമിക് നമ്പർ 8, എന്നാൽ അത് ലിഥിയത്തേക്കാൾ വളരെ ചെറുതാണ്. കാരണം ഇതിൻ്റെ ഔട്ടർമോസ്റ്റിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഒരു പീരീഡിൽ ആറ്റമിക് നമ്പർ ഇങ്ങനെ കൂടും അല്ലേ? പീരീഡിൽ വലത്തോട്ട് പോകുന്നതിന് ആറ്റമിക് നമ്പർ കൂടും. അതിനനുസരിച്ച് പോസിറ്റീവ് ചാർജ്, ന്യൂക്ലിയസിലുള്ള പോസിറ്റീവ് ചാർജ് കൂടും. അതേപോലെ തന്നെ ഔട്ടർമോസ്റ്റിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണവും കൂടും. അപ്പോൾ ഇതിനനുസരിച്ച് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഇലക്ട്രോണും പ്രോട്ടോണും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടും. ഇലക്ട്രോൺസ് കൂടുതൽ ന്യൂക്ലിയസിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടും. ഇതാണ് സൈസ് കുറയാനുള്ള കാരണം. ഗ്രൂപ്പിൽ നമ്മൾ പറഞ്ഞു ഓരോ ഷെല്ല് കൂടുതൽ ഇൻക്രീസ് ചെയ്യപ്പെടും. ആ ഷെല്ല് ഇൻക്രീസ് ചെയ്യപ്പെടുന്നതിനനുസരിച്ച് ആറ്റം ഇങ്ങനെ വലുതായി വരും. എന്നാൽ ഇലക്ട്രോണിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം കുറയുന്നില്ല. അതുകൊണ്ട് തന്നെ ആറ്റമിക് സൈസ് ഇൻക്രീസ് ചെയ്ത് പോകും. ഓക്കെ, നിങ്ങൾ ഈ ചിത്രങ്ങളൊക്കെ കാണുന്നുണ്ടാവും. ഇതിൽ നിന്ന് കുറേ കൂടെ ക്ലിയറായി വരും. ഓക്കെ, ലിഥിയത്തിൻ്റെത്, അതിൽ തന്നെ സിഷ്യം ലാസ്റ്റുള്ള 55 ആറ്റമിക് നമ്പറുള്ള എലമെൻ്റ് എന്ന് പറയുന്നത് 3 ആറ്റമിക് നമ്പറുള്ള എലമെൻറ്റിനേക്കാൾ വളരെ വലുതാണ്. അതേസമയം പീരീഡിൽ വലത്തോട്ട് പോകുമ്പോൾ 3 ആറ്റമിക് നമ്പറുള്ളതും 10 ആറ്റമിക് നമ്പറുള്ളതും വെച്ച് നോക്കുകയാണെങ്കിൽ 3 ആറ്റമിക് നമ്പറുള്ളതായിരിക്കും സൈസ് കൂടുതൽ. അടുത്തത് മെറ്റലിക് ആൻഡ് നോൺ മെറ്റലിക് ക്യാരക്ടറാണ്. നമ്മൾ കുറച്ച് മുമ്പ് ട്രാൻസിഷൻ എലമെന്റ് പറഞ്ഞ സമയത്ത് നമ്മൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി, ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്നുള്ള 2 ടേമുകൾ നമ്മൾ പറഞ്ഞിരുന്നു. പിന്നീട് വിശദീകരിക്കാൻ ഞാൻ അന്നേരം പറഞ്ഞത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. എന്താണ് മെറ്റലിക് ക്യാരക്ടർ? എന്താണ് നോൺ മെറ്റലിക് ക്യാരക്ടർ? അത് പറയുന്നതിന് മുമ്പ് മെറ്റലിക് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ പോസിറ്റിവിറ്റിയാണ്. നോൺ മെറ്റലിക് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ നെഗറ്റിവിറ്റിയാണ്. The tendency of an element to lose electrons to form cations is called electropositive or metallic character of an element. അതായത് എങ്ങനെയാണ് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പോൾ സോഡിയം എന്ന് പറയുന്ന എലമെൻറ്റ്, അതിന് ഔട്ടർമോസ്റ്റിൽ ഒരു ഇലക്ട്രോൺ ഉണ്ടാവാം, 2, 8, 1. അപ്പോൾ ഇതിന് വളരെ എളുപ്പത്തിൽ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ പറ്റും. നമ്മുടെ അടുത്ത ചാപ്റ്ററിൽ ബോണ്ടിങ് പഠിക്കുമ്പോൾ കുറേ കൂടെ ക്ലിയർ ആവും. അപ്പോൾ ഒരു ഇലക്ട്രോണിനെ വളരെ എളുപ്പത്തിൽ ഒഴിവാക്കാം. അങ്ങനെ ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പോസിറ്റീവ് ചാർജ് കൂടും അല്ലേ? 11 പ്രോട്ടോണും 11 ഇലക്ട്രോണും ഉള്ളതിന് ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ 11 പ്രോട്ടോണും 10 ഇലക്ട്രോണും ആവും. സ്വാഭാവികമായിട്ട് പോസിറ്റീവ് ചാർജ് കൂടും. മെറ്റലിൻ്റെയൊക്കെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഔട്ടർമോസ്റ്റിലുള്ള ഇലക്ട്രോണിനെ ഒഴിവാക്കിയിട്ട് പോസിറ്റീവ് ചാർജ്ഡ് ആയിട്ട് മാറുക എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ ഇലക്ട്രോ പോസിറ്റിവിറ്റി അല്ലെങ്കിൽ മെറ്റലിക് ക്യാരക്ടർ എന്ന് വിളിക്കുന്നത്. അതേസമയം ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ സ്വീകരിക്കുക, അഡീഷണൽ ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ട് പിന്നെ അതിൻ്റെ ഔട്ടർമോസ്റ്റിൽ കംപ്ലീറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് വിളിക്കുക. ഇലക്ട്രോ നെഗറ്റിവിറ്റി. അപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുതലായിരിക്കും, പ്രോട്ടോണുകളുടെ എണ്ണം കുറവായിരിക്കും. സ്വാഭാവികമായിട്ട് നെഗറ്റീവ് ചാർജുള്ള സാധനമായിരിക്കും. അതേസമയം ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിൻ്റെ എണ്ണം
കൂടുതലും ഇലക്ട്രോണിൻ്റെ എണ്ണം കുറവായിരിക്കും. മനസ്സിലായല്ലോ? ഇപ്പോൾ മെറ്റലിക് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് പോസിറ്റീവ് ചാർജ് ആവാനുള്ള കഴിവാണ്. അതേസമയം ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ സ്വീകരിച്ച് നെഗറ്റീവ് ചാർജ് ആവാനുള്ള കഴിവാണ്. അതാണ് മെറ്റലിക് ക്യാരക്ടറും നോൺ മെറ്റലിക് ക്യാരക്ടറും. ഇനി വേരിയേഷൻ ഓഫ് മെറ്റലിക് ക്യാരക്ടറിൻ്റെ പീരിയഡ്, ഒരു പീരിയഡിൽ പിന്നെ മെറ്റലിക് ക്യാരക്ടറിന് വരുന്ന വേരിയേഷൻസ്. പീരിയഡിൽ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുന്നതിനനുസരിച്ച് മെറ്റലിക് ക്യാരക്ടർ ഡിക്രീസ് ചെയ്യും. അതിൻ്റെ അയണൈസേഷൻ എനർജി ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ അത് ഇലക്ട്രോ പോസിറ്റിവിറ്റി ക്യാരക്ടർ അല്ലെങ്കിൽ മെറ്റലിക് നേച്ചർ കുറച്ച് കൊണ്ടുവരും. അപ്പോൾ നമുക്കറിയാം ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ മെറ്റലിൻ്റെ ക്യാരക്ടറാണ്. അപ്പോൾ പീരിയോഡിക് ടേബിളിൽ ലെഫ്റ്റ് സൈഡിൽ മുഴുവൻ മെറ്റൽസും റൈറ്റ് സൈഡിൽ മുഴുവൻ നോൺ മെറ്റൽസും ആണുള്ളത്. ലെഫ്റ്റ് സൈഡിൽ മുഴുവൻ മെറ്റൽസും റൈറ്റ് സൈഡിൽ നോൺ മെറ്റൽസും ആണ്. അപ്പോൾ നമ്മൾ ട്രാൻസിഷൻ എലിമെൻറ്റ്സ് പറഞ്ഞു, മോസ്റ്റ് ഇലക്ട്രോ പോസിറ്റീവ് ടു മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ്. അപ്പോൾ ആദ്യമുള്ളതൊക്കെ വളരെ ഇലക്ട്രോ പോസിറ്റീവായിട്ട് കൂടിയ സാധനമായിരിക്കും. പിന്നെ ഇലക്ട്രോ പോസിറ്റിവിറ്റി കുറഞ്ഞ് പിന്നെ ഇലക്ട്രോ നെഗറ്റിവിറ്റി ആവും. പിന്നെ അതിങ്ങനെ കൂടി പോകും. അപ്പോൾ പീരിയോഡിക് ടേബിളിൽ ലെഫ്റ്റ് സൈഡിൽ ഇലക്ട്രോ പോസിറ്റീവ് എലമെൻറ്റ് അതായത് മെറ്റൽസും റൈറ്റ് സൈഡിൽ ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റ് അതായത് നോൺ മെറ്റൽസും ആണ് ഉണ്ടാവുക. അതാണ് വേരിയേഷൻ ഓഫ് മെറ്റലിക് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ. മെറ്റലിക് ക്യാരക്ടറിനെ വേരി ചെയ്യും ലെഫ്റ്റ് ടു റൈറ്റ്. അതിൻ്റെ ഒരു സാധനമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. എലമെൻറ്റ്സ് സോഡിയം മെറ്റലാണ്, മഗ്നീഷ്യം മെറ്റലാണ്, അലുമിനിയം മെറ്റലാണ്, സിലിക്കൺ മെറ്റലോയിഡാണ്, പൊളോണിയം നോൺ മെറ്റലോയിഡാണ്, ഫോസ്ഫറസ് നോൺ മെറ്റലാണ്, സൾഫർ നോൺ മെറ്റലാണ്, ക്ലോറിൻ നോൺ മെറ്റലാണ്. ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുന്നതിനനുസരിച്ച് മെറ്റൽസ് നോൺ മെറ്റൽസ് ആയിട്ട് അങ്ങനെ വരും. ഇനി നമ്മൾ ഇതുവരെ പഠിച്ചതിൽ മൊത്തത്തിൽ ചുരുക്കി പറയാണ് വേരിയേഷൻ ഓഫ് വേരിയസ് പീരിയോഡിക് പ്രോപ്പർട്ടീസ് ഇൻ പീരിയഡ്സ് ആൻഡ് ഗ്രൂപ്പ്സ്. അപ്പോൾ പ്രോപ്പർട്ടി ആറ്റമിക് നമ്പർ പീരിയഡിൽ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് ഇൻക്രീസ് ചെയ്യും, ഗ്രൂപ്പിൽ ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് ഇൻക്രീസ് ചെയ്യും. ആറ്റമിക് സൈസ് പീരിയഡിൽ നിന്ന് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് ഡിക്രീസ് ചെയ്യും, ഗ്രൂപ്പിലാണെങ്കിൽ മുകളിലായിട്ട് ഇൻക്രീസ് ചെയ്യും. മെറ്റലിക് ക്യാരക്ടർ പീരിയഡിൽ നിന്ന് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് ഡിക്രീസ് ചെയ്യും, ടോപ്പ് ടു ബോട്ടം ഗ്രൂപ്പിൽ ഇൻക്രീസ് ചെയ്യും. കാരണം എന്താ? ഔട്ടർ മോസ്റ്റ് ഷെല്ലും ന്യൂക്ലിയസും തമ്മിലുള്ള അട്രാക്ഷൻ കുറവായിരിക്കും, ഇലക്ട്രോണെ പെട്ടെന്ന് ഒഴിവാക്കി കൊണ്ടുപോകാൻ വേണ്ടി കഴിയും. നോൺ മെറ്റലിക് ക്യാരക്ടർ പീരിയഡിൽ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് ഇൻക്രീസ് ചെയ്യും, ഗ്രൂപ്പിൽ നിന്ന് മുകളിൽ നിന്ന് താഴത്തേക്ക് അത് ഡിക്രീസ് ചെയ്യും. ഇത്രയാണ് നമ്മളിതുവരെ പഠിച്ചതിൻ്റെ ചുരുക്കം പറയാനുള്ള പ്രോപ്പർട്ടീസ്. അതോടുകൂടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാണ്. ഇതിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നത് പീരിയോഡിക് ടേബിളുകളെ കുറിച്ചാണ്. 4 തരം പീരിയോഡിക് ടേബിളുകൾ നമ്മൾ പഠിച്ചു. ഡോബറിനസ് ട്രയാഡ്, ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ്, മെൻഡലീസ് ക്ലാസിഫിക്കേഷൻ ആൻഡ് മോഡേൺ പീരിയോഡിക് ടേബിൾ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ മോഡേൺ പീരിയോഡിക് ടേബിളാണ് നമ്മൾ വിശദമായിട്ട് പഠിച്ചത്. അതിൽ ടൈപ്സ് ഓഫ് എലിമെൻസും അതുപോലെ തന്നെ അതിൻ്റെ മെറിറ്റ്സും ട്രെൻഡ്സും ഒക്കെ നമ്മൾ പഠിച്ചു. എല്ലാം വിശദമായിട്ട് തന്നെ നോക്കണം. മെൻഡലീസ് ക്ലാസിഫിക്കേഷന് കൂടുതൽ ടേബിളിനെ കുറിച്ച് കൂടുതൽ പഠിക്കണം, അതിൻ്റെ ഫീച്ചേഴ്സ് അതേപോലെ തന്നെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് പഠിച്ചാൽ തന്നെ ഏകദേശം അതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടും. അപ്പോൾ മെൻഡലീസ് പീരിയോഡിക് ടേബിൾ പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം മോഡേൺ പീരിയോഡിക് ടേബിൾ കുറേ കൂടെ ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നിലവിൽ ഉപയോഗിക്കുന്നത് മോഡേൺ പീരിയോഡിക് ടേബിളാണ്. ഇനി അടുത്ത ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് കെമിക്കൽ ബോണ്ടിങ് നടക്കുന്നതെന്നാണ്. അതോടുകൂടെ നമ്മുടെ ഈ ഒരു സീരീസ് കംപ്ലീറ്റ് ആവും. മുമ്പ് പറഞ്ഞതുപോലെ മുൻപുള്ള ചാപ്റ്ററുകൾ ഇതുൾപ്പെടെയുള്ള എല്ലാ ചാപ്റ്ററുകളും കൃത്യമായിട്ട് അറിയുമെങ്കിൽ നമുക്ക് അടുത്ത ചാപ്റ്റർ പഠിക്കാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കുക. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം.